പാരഷൂട്ട് വെളിച്ചെണ്ണ വൃത്താകൃതിയിലുള്ള കുപ്പിയിൽ വിപണിയിലെത്തിയ കഥ എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? അതിനു പിന്നിൽ ഒരു എലിയാണുള്ളത് എന്ന കഥ നിങ്ങൾക്കറിയാമോ? വെളിച്ചെണ്ണ ടിൻ പാത്രങ്ങളിൽ വിറ്റിരുന്നൊരു കാലമുണ്ടായിരുന്നു. അന്ന് അവർ നേരിട്ട പ്രധാന പ്രതിസന്ധിയായിരുന്നു ഇന്ത്യൻ അടുക്കളകളിൽ ടിൻ പാത്രങ്ങൾ എലികൾ കരണ്ട് തിന്നുന്നത്. അതിനൊരു പരിഹാരം പാരഷൂട്ട് മാതൃകാ കമ്പനിയായ മാരിക്കോ കൊണ്ടുവന്നു. എലികൾക്ക് പിടിക്കാനോ കടിക്കാനോ കഴിയാത്ത മിനുസമാർന്നതും വൃത്താകൃതിയിലുള്ളതുമായ പ്ലാസ്റ്റിക് കുപ്പി അവർ വിപണിയിൽ അവതരിപ്പിച്ചു. ഈ ലളിതമായ മാറ്റം ചോർച്ച ഒഴിവാക്കി സംഭരണം എളുപ്പമാക്കി. കൂടാതെ വിൽപ്പന വൻതോതിൽ വർദ്ധിച്ചു. പാരഷൂട്ട് വെളിച്ചെണ്ണ മാത്രമല്ല വിറ്റത്, അവർ വിറ്റത് വിശ്വസ്തത കൂടിയാണ്. വില കുറഞ്ഞ തേങ്ങയിൽ കലർത്തിയ പ്രാദേശിക ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി പാരഷൂട്ട് 100% ശുദ്ധമായ വെളിച്ചെണ്ണ വിപണനം ചെയ്തു. അതിന്റെ സിഗ്നേച്ചർ സുഗന്ധം ഉപഭോക്താക്കൾക്കിടയിൽ ശുദ്ധതയുടെ പ്രതീകമായി മാറി. മിക്ക ബ്രാൻഡുകളും സിറ്റിയിൽ ജീവിക്കുന്നവരെ ലക്ഷ്യമിട്ടപ്പോൾ പാരഷൂട്ട് ഗ്രാമീണ വിതരണ ശൃംഖല നിർമ്മിച്ചു. അതുവഴി ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഗ്രാമങ്ങൾക്ക് പോലും അവരുടെ ഉൽപ്പന്നങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു. ഇതാണ് പാരഷൂട്ടിനെ ഒരു ഗാർഹിക അവശ്യ വസ്തുവാക്കി മാറ്റിയത്. പാരഷൂട്ട് വെളിച്ചെണ്ണയ്ക്ക് പുറത്തേക്ക് വ്യാപിച്ചു. അവർ ചർമ്മ സംരക്ഷണത്തിനായി പാരഷൂട്ട് ബോഡി ലോഷൻ, ഭക്ഷ്യയോഗ്യമായ വെളിച്ചെണ്ണ, മുടിക്ക് ആവശ്യമായ ക്രീമുകൾ എന്നിവ വിപണിയിൽ എത്തിച്ചു. ഇതുവഴി തലമുറകളിലുടനീളം ബ്രാൻഡിന്റെ പ്രസക്തി നിലനിർത്താൻ കഴിയുകയും ചെയ്തു. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം, ചെറിയ കാര്യങ്ങളാണെങ്കിലും അവ നവീകരിക്കുക, ഗുണനിലവാരത്തിലൂടെ വിശ്വാസം വളർത്തുക, നിങ്ങളുടെ പ്രധാന ഉൽപ്പന്നത്തിനപ്പുറം വിപുലീകരിക്കുക. അങ്ങനെയാണ് പാരഷൂട്ട് ഇന്ത്യയിലെ 1-ാം നമ്പർ വെളിച്ചെണ്ണ ബ്രാൻഡായി മാറിയത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത ഏത് ബ്രാൻഡിനെ കുറിച്ചാണ് ഡീകോഡ് ചെയ്യേണ്ടതെന്ന് താഴെ കമന്റ് ബോക്സിലും പറയൂ. Bosswala. Be the boss.